സഹോദരന്മാരെ അങ്ങനെ ആവുക തീരാ. ഒരു ഉസ്താദ് നന്നൊട്ടിಗೆ ಜಂತು 30 ಜಿಲ್ಲಾರ മുതല്ലിമീൻ കൊണ്ടുള്ള അയാൾ നാനൂടെ വിട്ടുപോണ്ടേന്ന് ചൊല്ലു. വിട്ടുപോണ്ടേ എന്തേ കേട്ടതാണ് വിട്ടുപോണ്ടേ ഞാൻ സൈക്കിളിലേന്ന് ചൊല്ലു. സൈക്കിളിൽ അത്രയും മുപ്പത്തറാണ് എന്തേ കൊന്തില്ല മുതല്ലിമീൻ എന്താക്കിയെങ്കും അതിനെ കുറത്തെ ചൊന്നിട്ടുന്ന കാത് പൊട്ടിപ്പോയി തീണ്ട് അയാൾ നേര് ചൊന്നെങ്കത്തെ അനുഭവമാണ്. ഇത് ചൊല്ലുമ്പോൾ നിങ്ങൾ പേടിക്കൊണ്ടുണ്ടില്ലേ? ഞങ്ങളെ റായത്ത് മുതല്ലിമീൻ ഉള്ളാർ അൽഹംദുലില്ലാ. ഞാനിതൊരു ക്ലാസ്സിലെടുത്തപ്പോ കുറെ ആൾക്ക് സംശയമാണ്, നിങ്ങൾ ദർശെടുത്തോണ്ടുള്ളാറല്ലേ ഇവിടെ മുതല്ലിമീൻ നിങ്ങളെ സ്നേഹിക്കത്താൾമാറാണ്. ഇവിടെ ദർസ് തുടങ്ങിയിട്ട് 25 വർഷമായിട്ട് അല്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാവർക്കും വലിയ സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവും. മുതല്ലിമീങ്ങളെ നല്ല സ്നേഹിക്കാറ്. മുതല്ലിമീങ്ങൾക്ക് രോഗം വന്നെങ്കിൽ അതേ ഔത്രങ്ങ വന്നിട്ട് മറന്നു വിളിച്ചു പോയെങ്കത്തെ ചരിത്രങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നോമ്പ് തറക്കണോ ഇഫ്താർ ഉണ്ടായെങ്കിൽ മുതല്ലിമീങ്ങൾക്ക് ഗമ്മത്താണ്. ഞാൻ ആസൂറാടേണ്ട തിണ്ട് പെടിഞ്ഞിട്ട് മുതല്ലിമീ പിന്നെ ഞാൻ കൊമ്പോയിട്ട് എക്സ്ട്രാ കൊടുക്കുമ്പോൾ ബാൻഡാണ് ചൊന്നുകൊണ്ടുള്ളാർ. എന്ത് അത്രയും സ്നേഹിക്കണമെങ്കത്തെ ധാരാളം ആൾമാരുള്ളാർ. നല്ല മോമിനീങ്ങളാണ്. നണ്ടൊട്ടിಗೆ ഇത്ര വർഷമായിട്ട് ഒരാളും ഒരു മുതല്ലിമയുടെ ഒരു കൊറത്തെ ചൊന്നിട്ടില്ലേ. അതിനടുത്ത് അങ്ങ് കൊറത്തെ ഇല്ലാണ്ടല്ല, അങ്ങ് മക്കാണ്. അതേ സമയത്ത് നിങ്ങളെ നന്മയാണ്, നിങ്ങൾ മാന്യന്മാരായത് കൊണ്ടാണ് അത് ചൊല്ലാത്ത. അയാൾ ചൊന്നുകൊണ്ടുണ്ട് ഭയങ്കര കൊറത്തെ യോ റബ്ബി പള്ളിയിൽ വന്ന് തെല്ലു ഇറങ്ങിയോളാം. പിന്നെ അങ്ങ് ഉറങ്ങാണ്ട് പിന്നാറ് ഉറങ്ങടേ. ഒന്നാമത്തെ രണ്ടാമത്തെ സഫുൽ തെച്ചിട്ട് നന്റെ പോലത്തെ മഹാന്മാരെ ഉറങ്ങുമ്പോ 8ാം ക്ലാസ്സിൽ കിടാവ് ഉറങ്ങുക തീരാൻ ചൊന്നെങ്കിൽ ഇത് ലൈവ് ഉള്ളത് കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളേ. എത്രമാറായത്ത് നല്ല പ്രതിഭാന്വിതരായ മുതല്ലിമീങ്ങളെ കൊറിയ വലിയ അഹങ്കാരത്താൽമാർ പറഞ്ഞിട്ട് ഓടുവാട്ടിയതുണ്ടോ. അവൻ റോഡ് സൈഡിൽ എഞ്ഞ ഹോട്ടലിൽ പോയിട്ട് ഇത്രയും നല്ല പ്രതിഭയായ ആള് ക്ലാസ് കളിക്കെത്ത ചരിത്രങ്ങളുണ്ടോ? എന്തേ ഓന്റെ അഹങ്കാരാണ്. ഞാൻ ചൊന്നതേ നടക്കണമെന്ന് ചൊല്ലെങ്കത്തെ അവസ്ഥയാണ്. അവൻ പള്ളിയിൽ തൂങ്ങിയവള, അവൻ പള്ളിയിൽ കാൽ നീട്ടിയവള, അവൻ അഞ്ഞ പോകുമ്പോ ഉണ്ടിയവള. യാ റബ്ബി ഈ ചൊല്ലുടെ ഉണ്ട് കിടാവു ഒരു നാൾ പോലും ജമാഅത്ത് വന്നിട്ടിക്കാല ഈ മുതല്ലിമോ അവൻ 4 ഗಂಟೆಗಾണ് എഞ്ചോണ്ടുള്ളേ. അവൻ ഉറങ്ങരുത് 11 ഗಂಟೆಗಾണ്. 8ാം ക്ലാസ്സിലെ കിടാവാണ്. അവൻ പിന്നെ ഉറങ്ങാണ്ടിക്കുവാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് മനസ്സിലാക്കില്ല. അവൻ ചൊല്ലുടെ ഭയങ്കരാണ്. അങ്ങനെ ആക്കണോ ഇങ്ങനെ ആക്കണോ. അങ്ങനെ ചെല്ലുമ്പോ എന്തെന്ന് കേട്ടെ അപ്പൊ ചൊല്ലുടെ നമുക്ക് നോക്കി പഠിക്കണ്ടേ എങ്ങനെ അപ്പൊ അയാൾ ചെന്നു നീ ഉസ്താദ് ഉണ്ടല്ലോ അയാളെ നോക്കി പഠി. ഉസ്താദിനെ നോക്കി പഠിക്കോ തീരാ? ഈ 8ാം ക്ലാസ്സിലെ ഈ 13 വർഷത്തെ കിടാവിടെ നോക്കിയിട്ടേ ഉണക്ക് പഠിക്കണമെന്ന് ചൊന്നെങ്കിൽ ഇതൊക്കെയാണ് ചൊല്ലുടെ ഷർറുടെ താക്കോളൂ. അവൻ ഷർറ് ഓപ്പൺ ആക്കണമെങ്കിൽ എത്ത ആളാണ്. എത്ര വലിയ മുസീബത്താണ്. പിന്നൊരു ദർശക ഈ അടുത്ത് ഞാൻ പോയിട്ടാകുമ്പോ അയാൾ ബുൾപുട്ടു ഒരു പക്കത്തെ ഞാൻ വന്ന ഉസ്താദ് നക്ക അയാളെ കാൽ പല്ല് കടിച്ചോണ്ടുണ്ടോ. അയാൾ ചെന്നു നക്ക അവനെ നിരിക്കുമ്പോ ഏരിയുണ്ടുണ്ടോണ്ടാ ചൊല്ലേ. നോക്കുമ്പോ അവിടെ പോയി എല്ലാ ഉസ്താദ്മാർക്ക് ഏറിയമേ ഇയാൾ നിരിക്കുമ്പോ എന്തേ ഭയങ്കരാണ്. മുതല്ലിമീങ്ങ കിടക്കിട ഒരു CC ക്യാമറ വെച്ചിട്ട് ഓന്റെ മൊബൈലിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കൂടെ. എന്തൊരു മുസീബത്ത്. ഓന്റെ ജുട്ടിലെല്ലാം പഠിച്ചോണ്ട് പിടിക്കുക. ഞാൻ ഞങ്ങളുടെ സെക്രട്ടറി വന്ന് ഇവിടെ CC ക്യാമറ ആക്കണല്ലേ. അയാൾ നല്ല കെമേൽ വേണാണെങ്കിൽ എടുത്ത് ഞാൻ ഒരേ പലക്കെ ചെന്നേ ഇവിടെ മുതല്ലിമീങ്ങ ദർസും എടുക്കിട് അങ്ങ് കിടക്കിടാറ്. ഓടൊക്കെ CC വേണ്ട, നാനേ ഒരു CC മെയ്യാവൂ. പ്രിയപ്പെട്ട അയാൾ അതിനെ സമ്മതിച്ചിട്ട് വൈത്ത് അതല്ല അവിടെ CC വെച്ചിട്ട് ഓൺ മൊബൈലിൽ വെച്ചിട്ട് ഔത്തിൽ നോക്കൂടെ. അകത്യമുള്ള എത്ര സ്വറമുണ്ടോ അനഗത്യ സ്വറാണ്. ഇതൊക്കെ അധിക പ്രസംഗം ഉണ്ടാ ചൊല്ലേ. ഓണ് മിഫ്താഹുല്ലിൽ ഖൈറല്ല ഖൈറ താക്കോലല്ല. ഓൺ ഏത് പൈസ ഉണായും എത്ര വലിയ ആളായെങ്കും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാട്ടി വലിയ ആൾ ആരും ഇല്ല. വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫന്തഹു. നബി തങ്ങ എന്ത്ര കൊമ്പന്തറ അതിനെ നിങ്ങൾ സ്വീകരിക്കോറു, അതല്ലാത്തതിനെ നിങ്ങൾ ഒഴിവാവറു. ഒരിക്കലും നിങ്ങൾ മുള്ളാവണ്ടാൻ ചൊന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് എവിടെ നന്മയുണ്ടാ അതിനെ തേടി നടക്കണമെങ്കിൽ താഴ്മാറുന്നാവണം. സയ്യിദുനാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നാൾ ഇങ്ങനെ ശിഷ്യന്മാരെ കൂട്ടിയിട്ട് നടന്നുകൊണ്ട് പോണ്ടു. അങ്ങനെ നടന്നു പോകുമ്പോ ഒരു പക്കം ഒരു നായി ചത്തിട്ട് പോന്നപ്പ ഭയങ്കര സ്മെല്ലാണ്, നാരികൊണ്ടുണ്ട്. അപ്പൊ ശിഷ്യന്മാർ ചെന്നാറ് എന്ത് നാത്ത റബ്ബേൻ ചെന്നിട്ട് എല്ലാവരും മൂക്കിങ്ങനെ പൊത്തിയാറുള്ള. ആ സമയത്ത് നോക്കൊരു നാരികൊണ്ടുണ്ട് അത് സൈക്കിളില്. അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ ഒരു ഗുണ, ഈസാ നബി ഇങ്ങനെ വന്ന് നോക്കിയിട്ട് ചെന്നു മാ അശദ്ദ ബയാദ അസ്നാനി ഹാദൽ കൽബ്. ഇങ്ങെല്ലാരും നാറിന് ചെല്ലുമ്പോ അതിലെ പല്ലിങ്ങനെ തിളങ്ങിയോണ്ടുണ്ട്. പല്ല് നല്ല തിളങ്ങിയിട്ടിക്കിട് നാവ് എതിരെ നായുടെ പല്ല് എപ്പോ നോക്കി അതിങ്ങനെ നാവ് പറത്തിട്ടോണ്ടിക്കടല്ലേ. അതിലെ പല്ല് ഭാരി ചന്ത മിന്നിയോണ്ടിക്കട്. ഈസാ നബി അലൈഹി സ്വലാം നാറിന് ചൊന്നില്ലേ. എന്തൊരു ഗുണമാണ് പ്രിയപ്പെട്ട മോനെ. നബിമാർ ചൊന്നെങ്ങ നബിമാരെ അനുയായികളായ നങ്കുമാ നല്ല ഗുണം വേണം. അതില്ല നങ്ക് നിസ്കാരം ഉണ്ട്, നോമ്പുണ്ട്, ഗൗജി എത്ര വേണമെങ്കിൽ ലോഡുണ്ടു. ഇത് നങ്കില്ല. ഇതില്ലാത്ത കാലത്തോളം സ്വർഗത്ത് പോണു ആവില്ലേ. ഞാൻ അണ്ടും ചൊന്നത് ഇണ്ടും ചൊന്നത്